വീഡിയോ എഡിറ്റിംഗ് തന്നെയാണ്. വീഡിയോ മുഴുവനായി കാണുക. ആദ്യം നമുക്ക് ആവശ്യം ഇൻഷോട്ട് തന്നെയാണ്. എന്നിട്ട് പിൻട്രസ്റ്റ് ആപ്പിൽ പോയിട്ട് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ നിന്നും നമ്മുടെ ഇമേജിന് ചേരുന്ന നല്ലൊരു പിക്ചർ സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് സെലക്ട് ചെയ്തു. ഇനി ഇൻഷോട്ട് ആപ്പിൽ പോയി ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇനി ന്യൂ എന്ന് വന്നിരിക്കുന്നു, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഫോട്ടോയാണോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. കട്ടൗട്ടിൽ പോയി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നെടുക്കുക. ഇനി ഇമേജിൽ പോയി നേരത്തെ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നും സെലക്ട് ചെയ്ത പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് കളേഴ്സ് വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. ബ്ലറാക്കിയിട്ടോ പിന്നെ കറക്റ്റ് സൈസിന് നമ്മുടെ ഫോട്ടോ കൊടുക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണമെങ്കിൽ ടൈറ്റിലിൽ പോയി നമുക്ക് എന്താണോ എഴുതേണ്ടത് എഴുതാം. അതുപോലെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. എഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് സേവ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് സെലക്ട് ചെയ്ത് ഇനി നമുക്ക് കട്ടൗട്ടിൽ പോയി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ പോയി നമുക്ക് ഇമേജസിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫോട്ടോ എടുക്കുക. ഇനി നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ വേണ്ടത്. ഇനി വേണമെങ്കിൽ നമുക്കിത് വീണ്ടും ചേഞ്ച് ചെയ്യാം. ഡിലീറ്റ് നോക്കി വീണ്ടും പഴയതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ വേറൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. നമുക്കിനി അതൊന്ന് വെച്ച് നോക്കാം. ഫിൽറ്ററിൽ പോയി നമുക്ക് ആവശ്യമുള്ള കളറുകൾ സെറ്റ് ചെയ്യാം. ആ ഇമേജസിന് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ കളർ സെറ്റ് ചെയ്യാം.